ഗൈസ് വെൽക്കം ബാക്ക് അഗെയിൻ കംസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. മുമ്പൊരു ചാനലുണ്ടായിരുന്നു, ആ ചാനൽ എല്ലാം കൂടി അടിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ പുതിയ ചാനലായിട്ടാണ് നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ മുമ്പുള്ള സപ്പോർട്ട് തന്നെ ഇനിയും പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇന്ന് തിക്കോടി കല്ലകത്ത് ബീച്ചിൽ ഒരു ഫെസ്റ്റ് നടക്കുന്നു കേട്ടോ. ഫെസ്റ്റിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അതിന് മുന്നോടിയായിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് വരുന്നുണ്ട് ഇപ്പോൾ, നിലമ്പൂരിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ നാട്ടിലെ സുഹൃത്ത് തന്നെയാണ്, മുഹാദ് എന്ന പേര്. അപ്പോൾ അവനൊന്ന് എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ വണ്ടി എടുത്ത് അങ്ങോട്ടുള്ള യാത്രയാണ്. അപ്പോൾ നാട്ടിലെ കുറച്ച് കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. നമ്മളെ യാത്ര തുടങ്ങിയെടുക്കാം. വീട്ടിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോവാണ്. 2 വീലറാണ് യാത്ര ചെയ്യുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയായിട്ട് ഇവിടെ റോഡ് സൈഡിലൊക്കെ കയറിയിട്ട് അവർ മെറ്റലും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടു നിൽക്കുന്നത്. ഇതൊക്കെ റോഡ് വളരെ മോശമായിട്ടുണ്ട്. ഇതൊക്കെ മെറ്റലും കാര്യങ്ങളും അടിച്ചിട്ടുണ്ട്. റോഡ് പണി ഇപ്പം അടുത്ത് നടക്കുന്നില്ലായിരുന്നു കേട്ടോ. മുമ്പ് നല്ല റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മഴയൊക്കെ പെയ്ത് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളവിടുന്ന് നല്ല റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെയും ചെറിയ ജപ്പാൻ കുടിവെള്ള പദ്ധതിൻ്റെ നടുവിലൊക്കെ കയറിയിട്ടുണ്ട്. ഭാഗമായിട്ട് ഇങ്ങനെ പോകണം. നമ്മുടെ നാട്ടിലെ ഒരു പ്രായമുള്ള നഷ്ടപ്പെട്ടു നാരായണൻ എന്ന് പറയുന്നത്. പണ്ട് ഒരുപാട് ഇവിടുന്ന് കളിച്ച സ്ഥലം ഇതൊക്കെ. അപ്പം പ്രവാസ ജീവിതം തുടങ്ങിയതിനു ശേഷം ഇങ്ങോട്ട് വരുത്തും സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ഇവിടെ ഇല്ലാതെ. ഇവിടുന്ന് ഓരോ സ്ഥലത്തും ഓരോ രാജ്യത്തൊക്കെയാണ് ഓരോരുത്തർ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കാണൽ ഇതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു സുഹൃത്ത് ബേക്കുന്ന ഒരുപാട് നേരമായി ഓണടിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്ന ആരാന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ ചങ്ങായി എടുക്കുക റേസ്. അപ്പോൾ റേസിൻ്റെ അത് കണ്ടുകൊണ്ട് റേസിൻ്റെ ഒരു വിഷയം റേസ് ഞാൻ കൊണ്ട് വന്നേ പോയോണ്ടിരിക്കുകയാണ്. ഏകദേശം ഇവിടെ എത്തിന്നാണ് പറഞ്ഞത്. റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് നിർത്തിയിട്ട് വേണം അവനെ നോക്കിയാൽ. ജപ്പാൻ കുടിവെള്ള പദ്ധതിൻ്റെ ഒരാഴ്ച ഫുള്ള് റോഡെല്ലാം പാട് മോശമായിട്ടുണ്ട്. ഒരു സമയത്ത് ഈ മതിലിന് ചായറ്റ് വളരെ കുറവായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുകളിലായിരുന്നു ഞങ്ങൾക്ക് തമ്പടിക്കൽ ഒരുപാട് കാലം മുന്നേ. ഒരു 10-15 വർഷം മുമ്പ് അവിടെ ഫുള്ള് സെറ്റായിട്ട് എല്ലാവരും ഇരിക്കലായിരുന്നു. എല്ലാവരും പോയി. അവൻ പണി തന്നു കേട്ടോ. നമ്മളൊരു സുഹൃത്തിന് നിലമ്പൂരിൽ നിന്ന് സുഹൃത്ത് വരുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. അപ്പം അങ്ങനെ അവൻ പണി തന്നു. ഞാൻ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു ഇപ്പോൾ വരുന്നില്ല, നാളെ വരാമെന്ന് പറഞ്ഞു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഞാൻ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്, നീ അവിടെ വന്ന് നിൽക്കുമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ അവനെ കൂട്ടാൻ പറ്റിയില്ല. ഇനിയിപ്പം ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം ഒന്ന് ബീച്ചിലോട്ട് പോകാൻ. ഇപ്പോൾ ബീച്ചിലെ ചെറിയ കാഴ്ചകൾ കാണിച്ചു തരാം. കല്ലേത്ത് ബീച്ചിലെ വൈകുന്നേരത്തെ കാഴ്ചകൾ. ഫെസ്റ്റ് തുടങ്ങുന്നതിന് മുന്നായിട്ടുള്ള ഒരുപാട് ഐസ്ക്രീം വണ്ടികളും പട്ടം പറക്കുന്നു. അതുപോലെ തന്നെ കടലിൽ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കടകളുണ്ട് കേട്ടോ കല്ലേത്ത് ബീച്ചിൽ. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോട്ട് പോകുക. അവർ കടലിലേക്ക് പോകാനുള്ള പരിപാടിയിലാണുള്ളത്. ഇപ്പോൾ ചൂണ്ടക്ക് മീൻ പിടിക്കുന്ന പരിപാടി എടുക്കുക. ചൂണ്ടയിൽ ഇര കോർത്തിട്ടാണ് അവർ പോവുക. ഷംസൂക്കി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ചങ്ങായിൻ്റെ എടുക്കുക. അവിടെ അതിൻ്റെ പരിപാടിയിലാണുള്ളത്. കുട്ടികൾക്ക് കളിക്കാനുള്ള ബൈക്കും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. കായ്ക്കുണ്ട്, കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രീത്ത് എന്ന് പറഞ്ഞ ഒരു സുഹൃത്താണ് ചെയ്യുന്നത്. കോളിഫ്ലവർ, മുളക് ബജി, അതുപോലെ പൊട്ടാറ്റോൻ്റെ പരിപാടി, അതുപോലെ ഓംപ്ലേറ്റ്, ബ്രെഡ്, പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡിലായിട്ട് കുലുക്കി സർബത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫ്രഷ് ജ്യൂസ്, ഒരുപാട് പരിപാടികളുണ്ട്. ഇതെല്ലാം കല്ലത്ത് ബീച്ചിലാണ്. എല്ലാവരും വരിക, കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കട്ടോ.
ഫെസ്റ്റിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയ രാത്രിയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് നല്ല ഫ്രഷ് അയിലുണ്ടായിരുന്നു. അപ്പോൾ റയൽ ഖാൻ്റെ കയ്യിൽ നിന്ന് 1 കിലോ അയില മേടിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻപ് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തോ ഒരു കാരണത്താൽ ആ ചാനൽ നഷ്ടപ്പെട്ട് പോയി. അപ്പോൾ ആ മെയിൽ ഐ ഡി കിട്ടുന്നില്ല. അപ്പോൾ പുതിയൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയൊരു ചാനൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആണ്, ഇന്നെടുത്ത പുതിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കുറവും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൻ നിൽക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരോടും അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ഒരു നല്ലൊരു ദിനം നേരുന്നു.